അപ്പോൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ശക്തമായ പുകമഞ്ഞ് തന്നെ തുടരുകയാണ്. കാഴ്ച പരിധി കുറഞ്ഞു. റോഡ്, വ്യോമ, റെയിൽ ഗതാഗതത്തെ പുകമഞ്ഞ് സാരമായി ബാധിച്ചിട്ടുണ്ട്. വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിലാണ്. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സജു, ഓരോ ദിവസവും രാവിലെ ഇങ്ങനെ ഡൽഹിയിലെ വാർത്തകൾ നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ ഒട്ടും ആശ്വാസകരമായ വാർത്തകളല്ല വരുന്നത്. ഓരോ ദിവസവും ഈ വായു ഗുണനിലവാര സൂചിക അത് 400, 500 അങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരുപാട് മെഷേഴ്സ് എടുക്കുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. ജനജീവിതം ഇപ്പോഴും ദുസ്സഹമായി തന്നെ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഡൽഹിയിലെ രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. വായു ഗുണനിലവാര സൂചിക കഴിഞ്ഞ കുറച്ച് നാളുകൾ ഏകദേശം 1.5 മാസമായിട്ട് 400-ന് മുകളിലേക്ക് എത്തി. ഇന്നിപ്പോൾ 500-ന് മുകളിലേക്കാണ്. വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. എന്തായാലും ഈ പുകമഞ്ഞു കൂടി വന്നതോടുകൂടി വാഹന, റെയിൽ, റോഡ് ഗതാഗതത്തെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇന്നലെ 129 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്നും വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും അടക്കം റദ്ദാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള പുകമഞ്ഞുകളാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനം, പ്രത്യേകിച്ച് ഡൽഹി, അതോടൊപ്പം തന്നെ ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ, പ്രത്യേകിച്ച് ഈ വായു മലിനീകരണം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ എന്തുകൊണ്ട് ചർച്ചയായില്ല? പ്രത്യേകിച്ച് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും സമ്മതിച്ചതാണ് ഈ വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യണം. പക്ഷേ വലിയ തോതിൽ അവസാന ദിവസങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഈ SIR-മായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതോടൊപ്പം തന്നെ വന്ദേ മാതര ചർച്ചകൾ, പിന്നീട് ഈ 2 ബില്ലുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാതെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരുകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ശ്വസിക്കാൻ പറ്റുന്ന വായുവിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് 50-ന് താഴെയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ ഡൽഹിയിലെ പലയിടങ്ങളിലും 500-നും, അതായത് നോയിഡ ഭാഗങ്ങളിലൊക്കെ 800-നും 900-നും ഒക്കെ മുകളിൽ അത്തരത്തിൽ വലിയ തോതിലുള്ള വിഷാംശങ്ങളാണ് ഈ പുകയിലുള്ളത്. ഈ പുകയിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന വിഷാംശങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് 2200 ആണ്. അപ്പോൾ 2200-ലധികം കാർബൺ മോണോക്സൈഡിന്റെ അംശം ഇവിടുത്തെ വായുവിലുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം ടോക്സിക് ആണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ഏറെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ട കാര്യമാണ്. എന്തായാലും രാജ്യ തലസ്ഥാനത്തെ വായു ഗുണനിലവാര സൂചിക മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഡൽഹി സർക്കാരിന്റെ ഭാഗത്ത് ഉടൻ തന്നെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇപ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 10,000-ലധികം എയർ പ്യൂരിഫയറുകളാണ് വിതരണം ചെയ്തത്. അതോടൊപ്പം തന്നെ 50% സർക്കാർ ജോലിക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ, വാഹനങ്ങളടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പോലും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള യാതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോഴും ഉയരുന്നത്.